എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് മകയിരമാണ്. കുറേ ആൾക്കാരൊക്കെ മക്കൾക്ക് വേണ്ടിയൊക്കെ നൊയമ്പെടുക്കുന്ന ദിവസം. നാളെ തിരുവാതിര. അപ്പോൾ തിരുവാതിരയ്ക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു കുറുക്ക്, എന്താണ് അത്, ഈ ആരോ റൂട്ടില്ലേ, അത് വെച്ചിട്ടുള്ള ഒരു കുറുക്കാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇത് കുറേ പേരൊക്കെ ഈ ഭാഗത്തൊക്കെ ഉള്ള, അതായത് എറണാകുളം ഭാഗത്തൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കി കഴിക്കുന്നതാണ്. ഇത് കൂവപ്പൊടി, ആരോ റൂട്ട് എന്ന് വെച്ചാൽ കൂവപ്പൊടിയാണല്ലോ, കൂവപ്പൊടി വെച്ചിട്ടുള്ളൊരു പോറിഡ്ജ്, ഒരു കുറുക്ക്. ഇത് കൊച്ചു കുട്ടികൾക്ക് വരെ കൊടുക്കാൻ പറ്റുന്നതാണ്. കൂവപ്പൊടി കുറുക്കിയത് വെച്ചാൽ കുഞ്ഞു പ്രായത്തിലൊക്കെ. അതുപോലെ തന്നെ ഇത് വളരെ നമ്മളുടെ വയറിനൊക്കെ നല്ല ഒരു ഇത്, ഡൈജഷനൊക്കെ നല്ലതാണ്. ചിലർ വയറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കൂവപ്പൊടി കുറുക്കി കഴിക്കും. അതിപ്പോൾ തിരുവാതിര ആവണമെന്നൊന്നുമില്ല, അല്ലാതെ തന്നെ കഴിക്കാം. അപ്പം ഞാനിവിടെ ഇന്ന് അതാണ് ഉണ്ടാക്കി നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ, കൂവപ്പൊടി കുറുക്ക്, ആരോ റൂട്ട് പോറിഡ്ജ്. ഇതിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. ഞാൻ പക്ഷേ ഇത് തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് തേങ്ങാപ്പാലിൽ. വെറുതെ വെള്ളത്തിൽ കലക്കി അങ്ങനെ ഉണ്ടാക്കിയാലും മതി. ടേസ്റ്റ്, തേങ്ങാപ്പാലിന് അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അതുപോലെ കുറച്ച് ശർക്കരയും, ഞാൻ ചിലർ പഞ്ചസാര ചേർക്കും. ഞാനിവിടെ ശർക്കര എടുത്തിരിക്കുന്നത്. തേങ്ങ ചിരകിയത് അല്പം ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ കാഷ്യൂനട്ടോ റേസിൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം. അല്പം നെയ്യും വേണം. ഇത്ര മാത്രം മതി. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഏലക്കാപ്പൊടിയോ അല്ലെങ്കിൽ ചുക്കും ജീരകവും പൊടിച്ചത്, അതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാനിവിടെ ഏലക്കാപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കൂടി കാണിച്ചു തരാം. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഒപ്പം തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണണം, ഫുള്ളും കാണണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കണം. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ വരും. ഇവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അടിച്ച് അതിൽ കുറച്ച് ചെറിയ ചൂടുവെള്ളവും കൂടെ ചേർത്ത് 1-ാം പാലും 2-ാം പാലും എടുക്കണം. 1-ാം പാലെടുക്കുകയാണ്. മിക്സിയിലടിച്ചു. ഇത്രയും 1-ാം പാല് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 2-ാം പാലെടുക്കാം. ആ അരിപ്പയിലേക്ക് തന്നെ, നമുക്ക് കഴുകൊന്നും വേണ്ട, അതിലേക്ക് തന്നെ എടുത്താൽ മതി. ഇത് ഒരു 1/2 കപ്പ് കൂവപ്പൊടിയുണ്ട്. ഏകദേശം ഒരു 50 ഗ്രാമൊക്കെ കാണും. ഇതൊരു 5 കാഷ്യൂനട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതും ഒരു 10-15 റേസിൻസ് കഴുകി വെച്ചിരിക്കുന്നത്. ഇത് 5 ഏലക്കായ പഞ്ചസാരയും കൂട്ടി പൊടിച്ചു വെച്ചിരിക്കും. പിന്നെ നമ്മുടെ 1-ാം പാല്, 2-ാം പാല്. ആദ്യം നമുക്ക് ഈ ആരോ റൂട്ടിൻ്റെ പൊടി, അതായത് കൂവപ്പൊടി, ഇതൊരു ബൗളിലേക്ക് എടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 2-ാം പാല് കുറേശ്ശെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കട്ടയില്ലാതെ എടുക്കണം. ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഇത് ശർക്കരപ്പാനി തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. ആദ്യമേ തന്നെ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുത്തു. മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഇവിടെ എടുത്തു വച്ചിരിക്കുന്ന ഉണക്കമുന്തിരി ഈ നെയ്യിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഒന്നിളക്കി കൊടുക്കണം. അത് വീർത്ത് വരുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം.
ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇളക്കി കുറുക്കിയെടുക്കാൻ. കുറച്ച് സമയം എടുക്കും, ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ. പെട്ടെന്ന് കുറുകി കിട്ടും, പക്ഷേ ചെറിയ തീയിൽ വെച്ച്, എന്നാലേ ഈ കൂവപ്പൊടി വെന്ത് കിട്ടുള്ളൂ. ഒരു ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ ഇപ്പം നമ്മൾ ചിലർ വെറുതെ വെള്ളത്തിൽ കലക്കിയിട്ട് കുറുക്കിയെടുക്കും. പക്ഷെ ഞാനിവിടെ തേങ്ങാപ്പാൽ, രണ്ടാം പാലിൽ അല്പം വെള്ളവും കൂടി ചേർത്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരുവിധം കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം, അല്ലെങ്കിൽ കട്ടയായി പോവും. കുറുകി വരുന്നുണ്ട്, നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം കേട്ടോ. നല്ലപോലെ കുറുകി വരുന്നുണ്ട്. ഇതിനകത്തുള്ള വാട്ടർ കണ്ടൻറ്റ് മുഴുവൻ പോയിട്ട് ഒരുപാട് കുറുക്കുകയും വേണ്ട, ഇരുന്നൊന്ന് കുറുകുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഒരുപാട് കട്ടയാക്കണ്ട. ഈ സമയത്ത് നമുക്കൊരു കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഞാനൊരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമ്മൾ തേങ്ങാപ്പാലിലാണല്ലോ ചെയ്യുന്നത്, അപ്പം തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരല്പം ഇടയ്ക്കൊന്ന് പിടിച്ച് കടിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. നല്ല പോലെ തിളച്ച് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഒന്നാം പാലാണ്. ഇളക്കിക്കൊണ്ടിരിക്കണം. ഫ്ലെയിം വളരെ കുറച്ച് വെച്ചാൽ മതി. ഇനിയും തിളയ്ക്കേണ്ട ആവശ്യമില്ല, പതുക്കെ ഒന്ന് തിള കയറി വെച്ചാൽ മാത്രം മതി. അടുത്തായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ റേസിൻസും കാഷ്യൂനട്ടും. ഇനി നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇത് ഏലക്കായ് പൊടിച്ച് വെച്ചിരുന്നാണ്, അതിട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ ചുക്കും ജീരകവും പൊടിച്ചതിട്ട് കൊടുത്താലും മതി. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചു. ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഞാനിവിടെ കുറുക്കിൻ്റെ പാകത്തിന് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഒരുപാട് അങ്ങോട്ട് കട്ടയാക്കുന്നില്ല. ആരോറൂട്ട് പോറിഡ്ജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂവപ്പൊടി കുറുക്കിയത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരുന്ന് തണുക്കട്ടെ. ലാസ്റ്റ് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് കളറില്ലാത്ത ശർക്കരയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്, പക്ഷെ നല്ല മധുരമുണ്ട്, ആവശ്യത്തിന് മധുരമുണ്ട്. നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് ഇത് പകർത്താം. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കളറ് കുറവാന്നേ ഉള്ളൂ, പക്ഷെ നല്ല മധുരമുണ്ട്. ആ തേങ്ങ ചിരകിയത് ചേർത്തോണ്ട് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നുണ്ട്.
വായിലിട്ടാൽ അലിഞ്ഞു പോകും, അതേപോലെയാണ്. ഇപ്പം നല്ലപോലെ കുറുകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇരിക്കും തോറും കുറുകി വരുമെന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പിന്നെ ഇതിൻ്റെ മുകളിൽ ചെറിയൊക്കെ കട്ട് ചെയ്തിട്ടു, അതൊരു കാണാനൊരു ലുക്കിന് വേണ്ടിയിട്ടാണ്. കൊള്ളാം. നാളെ ഒരു തിരുവാതിര വിഭവമായിട്ട് വരാം. അപ്പം നാളെ കാണാം. ഞാൻ ഉണ്ടാക്കിയ ആരോ റൂട്ട് ഉപയോഗിച്ചുണ്ടാക്കിയ കുറുക്ക് കണ്ടല്ലോ, പോറിഡ്ജ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതാണ്, ലൈക്കും ഷെയറും കമൻറ്റും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണ്. പിന്നെയും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിക്കും. എങ്കിലും നിങ്ങൾ അഥവാ മറന്നു പോയാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ വീണ്ടും പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.